ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണ മിസ് ആണ്. മക്കൾക്ക് എല്ലാവർക്കും എക്സാം ആണല്ലേ, ടെൻഷൻ ഉണ്ടോ കുഞ്ഞു മക്കൾക്ക്? ഇല്ല എന്ന് വിചാരിക്കുന്ന മിസ്, കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സിനിമയിലെ രംഗം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ ഇത് നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയിലെ രംഗം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിൽക്കുന്ന ഈ ചേച്ചി നമ്മുടെ മുകേഷിന്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ കൊണ്ടുവരണം എന്ന് പറയാണ്. കമ്പിളി വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുകേഷിന്റെ അടുത്താണെങ്കിൽ കയ്യിൽ പൈസയില്ല. അപ്പം മുകേഷ് എന്ത് ചെയ്യാണ്? ഫോൺ വിളിക്കുന്ന സമയത്ത് അല്ലെ, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന് പറയാൻ മടിയായതുകൊണ്ട് തന്നെ കേൾക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് മിസ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പണ്ടായതുകൊണ്ട് അല്ലേ, ചിലപ്പോൾ ആ ചേച്ചി വിചാരിച്ചു കാണും പാവം മുകേഷ് അവൻ കേൾക്കാത്തത് കൊണ്ടാണ് എന്നല്ലേ. എന്നാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും നടക്കത്തില്ല. എന്താണ് നമ്മൾ പറയുന്ന കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് അപ്പുറത്തെ ആള് മനസ്സിലായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനർത്ഥം അല്ലെ, ആശയ കൈമാറ്റ രംഗത്ത് ഒരുപാട് പ്രത്യേകതകൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ആ പ്രത്യേകതകൾ തന്നെ അല്ലെ കമ്മ്യൂണിക്കേഷനെ വളരെ എന്ത് ചെയ്യുന്നുണ്ട്, എളുപ്പമാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഗ്രേറ്റ് ചേഞ്ചസ് occurs in the field of communication. These changes make communication faster, less expensive and more convenient. അപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് വേഗത്തിൽ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി പറ്റും, കുറഞ്ഞ ചെലവേ ഉള്ളൂ, അതുപോലെ തന്നെ നല്ല വിനിമയ സൗകര്യവും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ടീച്ചർ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വന്ന കാര്യം ഇതാണ്: നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ആശയങ്ങളെ പല രീതിയിൽ കൈമാറ്റം ചെയ്യാലോ. അപ്പൊ ആശയ കൈമാറ്റം ചിലപ്പോൾ വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാം, അല്ലെങ്കിൽ അതൊരു സമൂഹത്തിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുക. ഇപ്പൊ പ്രധാനമന്ത്രി നോട്ട് റദ്ദാക്കിയ ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ പല നോട്ടുകളും അല്ലെ ഇനി മുതൽ പ്രാബല്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞ ഒരു സമയം. അപ്പൊ ആ ഒരു കാര്യം ഓരോരുത്തരും വിളിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്തു, ഒരു സമൂഹത്തിലേക്ക് കൊടുത്തു അല്ലെ. അപ്പൊ എന്തൊക്കെ വഴിയാ ഇൻഫർമേഷൻ പാസ് ചെയ്തത്? പത്രം ഉണ്ടായിരുന്നു അല്ലെ, അതേപോലെ തന്നെ നമുക്ക് പറയാം ടെലിവിഷൻ ഉണ്ടായിരുന്നു. യെസ്, ടെലിവിഷൻ ഉണ്ടായിരുന്നു. റേഡിയോ ഉണ്ട് അല്ലേടാ, റേഡിയോ ഉണ്ട്. ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് വളരെ ഒരു വ്യക്തിയിലേക്ക് മാത്രം അറിയേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ എന്തെങ്കിലും ഒരു പൈസ കൈമാറ്റം ചെയ്തത് രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമാണെങ്കിൽ അത് അവരറിഞ്ഞാൽ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? വേണ്ട അല്ലെ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തൊക്കെ ഉപയോഗിക്കാം? പത്രത്തിൽ കൊടുക്കണോ? വേണ്ട. നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫാക്സ് അയച്ചാൽ മതി അല്ലെ, ഫാക്സ് അയച്ചാൽ മതി. അങ്ങനെ ഒരു കൂട്ടം ആളുകളിലേക്കാണ് നമ്മൾ ആശയങ്ങളെ കൈമാറ്റം ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ ബഹുജന ആശയവിനിമയ മാധ്യമങ്ങൾ അഥവാ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വ്യക്തമായ കൂട്ടുകാർക്ക്, അതായത് നമ്മൾ ഒരാൾക്ക് അയക്കുന്നതല്ല, ഫോൺ വിളിക്കുന്ന അപ്പോൾ ബഹുജന മാധ്യമമല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ പത്രത്തിലൂടെ നമ്മൾ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ബഹുജന ആശയവിനിമയ മാധ്യമമാണ്. ക്ലിയർ ആണോ കൂട്ടുകാരെ? അപ്പൊ എല്ലാവർക്കും ടീച്ചർ പറഞ്ഞ കാര്യം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതാം. ഓൾ ദി വെരി ബെസ്റ്റ്.